ഇത് ഐസ്ക്രീം. വെള്ളം പറയല്ലേ, കൊച്ചത് ചൂടുവെള്ളോ? വേദന ഓർമ്മ അച്ഛാ? മുട്ടല്ലേ മുറിഞ്ഞത്, നിവർക്കുകയും മടക്കുകയും ചെയ്യുമ്പോഴേ ഭയങ്കര വേദന, പെട്ടെന്ന് ഉണങ്ങൂല. ഒന്നും ചെയ്യണം, മിണ്ടാറിഞ്ഞിരുന്നാ മതി. ഇങ്ങനെ അങ്ങ് ഇരുന്നാ മതി, ജോലിക്ക് കുലിക്ക് പോണ്ടല്ല. നിങ്ങൾക്ക് പിന്നെ വെറുതെ ഇരുന്ന് കണ്ടറാൻ കിട്ടാതല്ലേ. ഇത് എന്തോന്ന് വെച്ചത്? ഇത് അച്ഛനെ പറച്ചിലായിട്ടാ തോന്നില്ല ഞങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ആരും ഒന്നും ചെയ്യണ്ട, എപ്പോഴും കയ്യോ കാലോ ഒടിവും ചതവും മുറിവും തന്നെ. എന്തൊരു ജമ്മാണ്. ആ വെള്ളം കഴിഞ്ഞിട്ട് പറഞ്ഞൂടായിരുന്നാ? അച്ഛനെല്ലാം ചൂടുവെള്ളം ചോദിച്ചാ അപ്പൊ അറിയാൻ പാടില്ല ചൂടുണ്ടാവുന്നു. എന്ത് പറഞ്ഞിട്ട് തറ വെച്ചൂടെ? എന്റെ കൈ തന്നെ തരണോ? അവള് നൈസായി അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് പശുവില്ലാതെ എന്റെ കൈ കൊണ്ട് പിടിപ്പിച്ച്. ചൂടുവെള്ളം ഗ്ലാസ്സിൽ കൊണ്ടേ കൊടുത്ത് കൈ കൊള്ളി. അത്രേ ഉള്ളൂ. നിലവിളിയും ഗൂഗിളായിട്ടൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ചത്തോ എന്നാ ഇവിടെ വീണെന്ന് വിചാരിച്ച്. കാൽമുട്ടിലെ വേദന മാറിയോ? ഓ പൂർണ്ണമായിട്ട് മാറി. ഇന്നലെ പറ്റിയതല്ലേ, ഇന്ന് നാളെ നല്ല വേദന ആയിരിക്കും. മിക്കവാറും പഴുക്കും. ഓ പഴുക്കും പറയിക്കാം. ഈ മുറിവ് ഉണങ്ങി തുടങ്ങിയില്ലല്ലേ? എവിടെ ഇപ്പോഴും ചോര പൊടിയിട്ട് കണ്ടില്ലേ? നീറ്റിലാണെങ്കിൽ ഒടുക്കത്തെ നീറ്റല്. ആ കാറില് കല്ലെടുത്തെറിയാത്ത എന്താ? അവിടെ വീടെടുത്ത കല്ല് വേണ്ടേ, അതാ ടാറിലല്ലേ വീണത്. കാറിന്റെ സ്പീഡാ, ഒടുക്കത്ത സ്പീഡ്. ഇത് കാറുകാരന്റെ മിസ്റ്റേക്ക് ആണോ അതോ അച്ഛനടുത്ത് ചാടിയതാണോ? ഞാൻ മനഃപൂർവ്വം എടുത്ത് ചാടിയത്. നടന്നു പോയപ്പോഴേ നിന്റെ പോകാൻ എനിക്ക് ഓർമ്മ വന്നു. എന്താ വെച്ചാൽ ചത്തുകളായത്, നിങ്ങളത് ചാടിയത്. പക്ഷെ ചത്തില്ല. അച്ഛാ ചാവുന്നെങ്കിൽ വലിയ വണ്ടിയുടെ മുമ്പിൽ ചാടണേ. അടുത്ത പ്രാവശ്യം ആയിട്ട് നോക്കാം. വലിയ വണ്ടിയുടെ മുമ്പിൽ ചാടണം പോയി. ചെറുപ്പത്തിൽ കുറെ വിദ്യ അടവൊക്കെ പഠിച്ചോണ്ട് കൊള്ളാം. ഞാൻ നടന്നപ്പോ പുറകേന്ന് വണ്ടി വന്ന് തിരിഞ്ഞൊക്കെ പെട്ടെന്ന് അടുത്തെത്തി. ഒറ്റടി അമർന്ന് കുത്തിച്ചൊറ്റ ചാട്ടം മരം കടിച്ച് താടങ്ങി. കാറ് നല്ല സ്പീഡിലായിരുന്നു. പിന്നില്ലേ, പിന്നെ ഇടയ്ക്ക് എവിടെ സമയം കിട്ടി കുത്തിമറിയാനും മറിഞ്ഞു ആടാനും ഒക്കെ? അഭ്യാസിക്ക് വലിയ സമയം വേണ്ട വെച്ചേ. അഭ്യാസി ഇത് ഇടിച്ചേർപ്പിച്ച എന്നെ. അയ്യോ വേദന അമ്മ. അല്ല പക്ഷേ വേദന അല്ലേ അച്ഛാ? ഒരു മിനിറ്റ്, എന്റെ ഒരു അടിപൊളി മരുന്നുണ്ട്. മകളെ അച്ഛനെ കാറിൽ ചെയ്ത അമ്മയെ വിളിച്ച് പറഞ്ഞ ഇല്ല, സിദ്ധുനെ വിളിച്ച് പറഞ്ഞു ഇല്ല. പക്ഷെ പറയത്തെന്ത്? എന്തിനാ പറയണേ? പിന്നെ അവരെ അറിഞ്ഞിരിക്കണ്ടേ? എന്ത് കാര്യത്തിന്? മകളെ കാര്യം ചെയ്യ്, അച്ഛൻ ഇങ്ങനെ കിടക്കാം, ഒരു ഫോട്ടോ എടുത്ത് സിദ്ധുവിന് അയച്ചോട്. അയ്യോ അതൊക്കെ വേണം അച്ഛാ. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലേ? എനിക്ക് നഷ്ടമില്ല ലാഭമില്ല, അതുകൊണ്ടാ വേണോന്ന് ചോദിച്ചേ. അച്ഛന് ലാഭം ഉണ്ടാവും. എങ്ങനെ? ഫോട്ടോ അയച്ചു കൊടുത്താ സിദ്ധിച്ചാണ് പൈസ അടിച്ചു. അയ്യേ അയ്യയ്യേ പോച്ചായിരുന്നു. പോച്ച അവിടെ നിന്നാ പൈസ അയച്ചു തന്നിട്ടുമില്ല വാങ്ങിച്ചിട്ടുമില്ല. ഞങ്ങളൊന്നും പറയിപ്പിക്കരുത് കേട്ടാച്ചാ. കൊച്ചു പറഞ്ഞു ഈ പൈസ അയച്ചാറൊന്നും പറയണ്ട, പങ്കോടും. ഇതടിച്ചാ പെട്ടെന്ന് മുറിവ് ഉണങ്ങും. ഇതടിച്ചാ പെട്ടെന്ന് മുറിവ് ഉണങ്ങുമെന്ന്. ഇത് അടിച്ചാ ഉറങ്ങോ? അടിക്കട്ടെ. നീറുവോ? നല്ല തണുപ്പാ. നില്ല ആ അതല്ല തണുപ്പ്. അയ്യോ അയ്യോ ചുമ്മാ ബാലിച്ച നല്ല തണുപ്പില്ലേ? അച്ഛാ കാലയാ. ഞാൻ പാവമാണ്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരബദ്ധം പറ്റിപ്പോയി, ഇനി ഉണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി മോളെ ബന്ധം വേർപ്പെടുത്തിയിട്ട് കൊണ്ട് തിരിച്ചങ്ങ് തരാം. നീ ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട. എൻ്റെ വീട് അടുത്താണോ താമസം? ഞാൻ അതുകൊണ്ട് കുറച്ചടുത്ത് തന്നെ വാടക വീട്ടിലാണ് താമസം. അതിൻ്റെ അടുത്ത് വല്ല വീട് വല്ലതും കൊടുക്കണ്ട? ഒരു വീടുണ്ട്, പൊളിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ കൂട്ടുകാരനെ കാണാറുണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം അവനെ ഞാൻ കാണാറേ ഇല്ല. കാര്യം അവൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒട്ടും കമ്പനിയില്ല. നീ ആരെക്കുറിച്ചപ്പോൾ ഈ പറയുന്നത്? മുടിയൻ വിഷ്ണു. മുടിയനാണോ നിൻ്റെ കൂട്ടുകാരൻ അല്ല അവൻ്റെ അച്ഛനാ? അവൻ്റെ അച്ഛൻ. എന്ത് അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ സാറേ? എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? ഏരിയയിൽ നിനക്ക് വല്ല ബന്ധമുണ്ടോ? എനിക്ക് നല്ല ബന്ധമല്ല, എൻ്റെ അത്ര ബന്ധമുള്ള ആരും ഇവിടെ ഇല്ല. എന്ത് സാറേ വല്ല കാര്യമുണ്ടോ? ഇങ്ങോട്ടൊരു 1/2 കിലോമീറ്ററോ അല്ലെങ്കിൽ അങ്ങോട്ടൊരു 1/2 കിലോമീറ്റർ ആയിട്ട് കൊടുക്കാൻ വല്ല വീടുണ്ടോ? ഇങ്ങോട്ട് 1/2 കിലോമീറ്റർ അങ്ങോട്ട് 1/2 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ഇതിനകത്ത് വീടൊപ്പിക്കുന്ന കാര്യം നടക്കൂല. എന്നാ വീട് കാര്യം അല്ല, തീരെ നടക്കായൊന്നുമില്ല, ശ്രമിച്ചു നടക്കും. നിങ്ങളെ മരുമോൻ താമസിക്കുന്നില്ലേ, അതിന്റെ ഫ്രണ്ടിലുള്ള വീട് കൊടുക്കാൻ കിടക്കുകയാണ്. മരുമോൻ അല്ലെങ്കിൽ വേണ്ട, മോള് താമസിക്കുന്നില്ലേ അപ്പുറത്തെ വീട്, ആ വീട് കൊടുക്കാൻ കിടക്കുകയാണ്. അതിന്റെ ഓണർ അമേരിക്കക്കാരനാണ്. ഏതാ? 2 വലിയ മരമുള്ളതാ? 2 മാവുള്ള വീട്.
മറ്റേ ചൈനീസ് സ്റ്റൈലിരിക്കുന്ന വീട്. അത് ചൈനീസ് സ്റ്റൈലാ, അത് ബ്രിട്ടീഷ് ആർക്കിടെക്ചർ അല്ലേ? അതെന്തൊരു സ്റ്റൈലാവട്ടെ, ഉണ്ടാക്കിയവൻ തന്നെ അറിയാം എന്തൊരു സ്റ്റൈലെന്ന്. അത് കൊടുക്കാൻ കിടക്കുകയാണ്. അത് ശരി. ഞാനേ അമേരിക്കാൻ്റെ നമ്പർ പോയി തരട്ടാ. ആയിക്കോട്ടെ. ആ ശരി, പോവേണ. ആ ശരി, അപ്പം എന്താ നമ്പർ പോയി ഞാൻ വിളിക്കാം. അതേ, ഓ ഞാൻ ഈ കാശ് തന്ന കാര്യം ആരെങ്കിലും അറിഞ്ഞാണ്ടല്ലോ ആ പണി ആളുവേ. ഈ 1000 രൂപ ഒന്നും ആരും അറിയാൻ പോണില്ല. ആരുടെ അടുത്ത് പറയാ ഞാൻ? അഥവാ ഇനി ആരോടെങ്കിലും പറഞ്ഞാ ഞാൻ കാറായിട്ട് വരും. ഇവിടെ റോഡ് സൈഡിൽ തന്നെ കാണണം കേട്ടാ. സാറേ കളിക്കല്ലേ, ഞാൻ പറഞ്ഞല്ലോ ആരും ഇല്ലാത്തവനാണ്. എന്ത് സഹായം വേണം ചെയ്യാം. നിങ്ങൾ ചെല്ലി. ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് തന്നെ വരണം. വരണം, നടക്കണം. പിന്നെ നേരത്തെ ഒരു വീട് കൊടുക്കാൻ കിടന്നു ഇവിടെ. അവൻ ശരിയല്ല. അവൻ അവൻ്റെ പെമ്പറന്നാരോട് താമസിച്ചിട്ട് അവളെ വിളിച്ചോടി പോയി ഗ്യാസിൽ ഈ വീട് അവ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടുകാരങ്ങനെ അമേരിക്കക്കാരൻ നല്ലവനാണ്. തരുമോ? പക്ഷെ അവിടെ വേറെ തരികടയുണ്ട്. അത് നമുക്ക് സംസാരിച്ച് ഡീൽ ചെയ്യാം. ശരി.